ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഒഴിച്ച് കറിയാണ്. പരിപ്പും മുരിങ്ങയിലയും കൂടിയാണ് കറി വെക്കാൻ പോകുന്നത്. പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പല്ല, പായസപ്പരിപ്പാണ്. അതിന് പറയും ചെറുവയറ്റും പരിപ്പ് എന്നാണ് പറയുന്നത്. ഇതാണ് പരിപ്പ്. ഇത് പായസം വെക്കണ പരിപ്പാണ്. ചെറുവയറ്റും പരിപ്പ് എന്നും പറയും, പായസപ്പരിപ്പ് എന്നും പറയും. കുറച്ചെടുക്കുകയാണ്, ഇത്രയും മതി. ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട് പരിപ്പ്. ഇത് നമുക്ക് വൃത്തിയായി കഴുകി കുക്കറിനകത്തിട്ട് 2 വിസിലിട്ട് വേവിക്കാം. കുക്കറിനകത്ത് ഇടുന്നുണ്ട്. 1-2 വിസിലിട്ട് നമുക്ക് വേവിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കറി റെഡിയാക്കി എടുക്കാം. ഇത് അടച്ചു വെച്ച് 2 വിസിലിടാം. പരിപ്പ് വേകുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് ശരിയാക്കാം. നാളികേരം ഇടണം. ഇത് ഒരു പിടി നാളികേരം മതി. ഇത് 3 ചെറിയ ഉള്ളി ഇടുന്നുണ്ട്, 2-3 വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇതിനകത്ത് ഇനി കുറച്ച് ജീരകം, 1 സ്പൂണ് ജീരകം ഇടുന്നുണ്ട്, 2 സ്പൂണ് കുരുമുളക് ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ശകലം വെള്ളം ഒഴിക്കാം മിക്സിക്കകത്ത്. നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഇതുപോലെ നല്ലോണം അരയണം കേട്ടോ. നമ്മുടെ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? 2 വിസിലിട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം, കലത്തിലോട്ട് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി. ഞാൻ അരപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനതിലേക്ക് കുറച്ച് മതി. ആവശ്യത്തിനുള്ള സ്റ്റവ് കത്തിക്കാം. ഇളക്കി കൊടുക്കുക. പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്, നല്ലോണം വേകണം പരിപ്പ്. ഒരു പാത്രം കൊണ്ട് മൂടിയാക്കി ഒന്നും നല്ലോണം തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മുരിങ്ങയില കഴുകിയിടാം. മുരിങ്ങയില നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് മുരിങ്ങയില കഴുകിയിടാം. മുരിങ്ങയില ഇടാൻ പോകുന്നതിന് ഇതൊന്ന് നല്ലോണം നമുക്ക് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത്തിരി വെള്ളം കുറവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ട. ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടത്. ഈ മൂടി വെച്ച് മുരിങ്ങയിലൊന്ന് വേവട്ടെ. ഉപ്പ് ഞാൻ ഇതിൽ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പിടാം. നമുക്കിപ്പോൾ മുരിങ്ങയില വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് അരച്ച് ഒഴിക്കാം. അങ്ങനെ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പും കൂടി വേണമെന്നൊന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, പോരെങ്കിൽ കുറച്ചും കൂടി ഇടാം. നമുക്ക് ഈ കറി അധികം തിളച്ച് വരണ്ട, വെറുതെ ഒന്ന് ചൂട് കയറിയാൽ മതി. എന്നിട്ട് വറുത്തിടാം. ഒന്ന് എല്ലായിടത്തും ഒന്നൊന്ന് ചൂട് കയറട്ടെ. ഇത് ചോറിന് നല്ലൊരു ഒഴിച്ച് കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതിപ്പോൾ എല്ലായിടത്തും നല്ലോണം ചൂട് കയറിയിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് 4 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന്
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഇത് നല്ലൊരു കുറുകിയ പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ.